CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തിയിട്ടും പത്തനംതിട്ടയിൽ CPM-നുള്ളിലെ കലഹം അവസാനിക്കുന്നില്ല എന്ന് റിപ്പോർട്ട് പറയുന്നു. ജില്ലാ സെക്രട്ടറി KP ഉദയഭാൻ ഉൾപ്പെടുന്ന ഏരിയ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിക്കെതിരെയാണ് കടുത്ത വിമർശനം. സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം പോരടിക്കുകയാണ് CPM പ്രവർത്തകരും അനുഭാവികളും. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ ചേരുന്നു. ശ്രീജിത്ത്, പറയൂ വിശദാംശങ്ങൾ. ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്റർ നേരിട്ടെത്തി അച്ചടക്കത്തിന്റെ ചൂരലോങ്ങി തിരുവല്ലക്കാരെ അടക്കിയിരുത്തിപ്പോയി. ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് കൊടുമൺ ഏരിയ സമ്മേളനം. KP ഉദയഭാനു CPM-ന്റെ ഇവിടുത്തെ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശമാണ് ആ മേഖല. എന്തായാലും ആ മേഖലയിലെ ഏരിയ സെക്രട്ടറിയാണ് RB രാജീവ് കുമാർ. അദ്ദേഹത്തിനെ ഏരിയ സെക്രട്ടറി ആക്കിയിരുന്നു. ഇന്നലെ ഒരു വലിയ മത്സരമടക്കം നടന്നിരുന്നു. പ്രസന്നകുമാർ, ഏഴംകുളം സ്വദേശിയായ പ്രസന്നകുമാർ, മുതിർന്ന ഏരിയ കമ്മിറ്റി അംഗം, അദ്ദേഹമാണ് മത്സരിച്ചത്. 7 വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 13 വോട്ടുകളാണ് കൃത്യമായി ഈ RB രാജീവ് കുമാറിനോടൊപ്പം നിൽക്കുന്നവർ ചെയ്തത്. എന്തായാലും RB രാജീവ് കുമാർ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ എതിർപ്പാണ് പാർട്ടി അംഗങ്ങൾ. അതിൽ ഷമിൻ എന്ന പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ്, ഏഴംകുളം പഞ്ചായത്ത് മെമ്പറാണ്. അതുപോലെ ലോക്കൽ കമ്മിറ്റി അംഗമായ ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ 10 വർഷമായി പാർട്ടിയിൽ നിന്ന് പാർട്ടിയിലേക്ക് വന്ന ആൾ മാത്രമാണ് ഈ പറയുന്ന RB രാജീവ് കുമാർ എന്നാണ് ആക്ഷേപം. മുൻപ് കോൺഗ്രസിലായിരുന്നു, KP ഉദയഭാനുവിൻ്റെ വിശ്വസ്തനാണ്. അതുകൊണ്ട് ജില്ലാ സെക്രട്ടറി നേരിട്ട് ഇദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി ആക്കിയെന്ന ആക്ഷേപമാണ് ഉയർത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പാർട്ടി ഔദ്യോഗികമായ പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല. കൊടുമണിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് പാർട്ടി ഇപ്പോൾ പറയുന്നത്. എന്തായാലും സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിലും ഇടപെടുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നത് നിസ്സംശയം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകും. SKN. ഓക്കെ, താങ്ക് യു.